ഹായ് എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 1 PSC ബുള്ളറ്റിനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സംസ്ഥാനത്തിൻ്റെ 49ാം ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്തെ 49ാമത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. മിഷൻ റൂമി 2024 എന്ന് പേരിട്ട പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ചു. മിഷൻ റൂമി 2024 എന്ന് പേരിട്ട പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ചു. മിഷൻ റൂമി 2024 പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ചെന്നൈയിൽ നിന്ന്. യുവേഫ സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡിന് കിരീടം. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ 1ാം സീഡ് യാനിക് സിന്നറും ലോക വനിതാ 2ാം നമ്പർ ആര്യാന സബലങ്കയും ജേതാക്കൾ. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ മാക്ലറൻ്റെ ലാൻഡോ നോറിസിന് കിരീടം. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ മാക്ലറൻ്റെ ലാൻഡോ നോറിസിന് കിരീടം. പോൾ വോൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത് അർമാൻഡ് ഡുപ്ലാൻറ്റിക്സ്. സിലൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത്. പോൾ വോൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്തത് അർമാൻഡ് ഡുപ്ലാൻറ്റിസ്. സിലൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ്ഷ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ്ഷ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. UAEയിൽ നടക്കുന്ന 2020 വനിതാ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സജന സജീവനും ആശാ ശോഭനയും ഇടം നേടി. UAEയിൽ നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സജന സജീവനും ആശാ ശോഭനയും ഇടം തേടി. ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ പാരാലിമ്പിക്സ് പാരീസിൽ തുടങ്ങി. പാരാലിമ്പിക്സ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനനെ നിയമിച്ചു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനെ നിയമിച്ചു. സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് 19-ാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി. സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് 19-ാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി. ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഡെയില വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഡെയില വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡെക്ക് ബാംഗ്ലൂരുവിൽ. മികച്ച കർഷകന് കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ കാർഷികോത്തമ പുരസ്കാരം ഇടുക്കി രാജാകണ്ടം സ്വദേശി CD രവീന്ദ്രൻ നായർക്കും കേരകേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശിനി PT സുഷമയ്ക്കും ലഭിച്ചു. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. മികച്ച കർഷകന് കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം
ഇടുക്കി രാജാകണ്ഠം സ്വദേശി ഇടുക്കി രാജാകണ്ഠം സ്വദേശി CD രവീന്ദ്രൻ നായർക്കും കേര കേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശിനി PT സുഷമയ്ക്കും ലഭിച്ചു. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. കാർഷികോത്തമ പുരസ്കാരം ലഭിച്ചത് ഇടുക്കി സ്വദേശിയായ CD രവീന്ദ്രൻ നായർക്കും കേര കേസരി പുരസ്കാരം ലഭിച്ചത് PT സുഷമയ്ക്കുമാണ്. കൃഷി വകുപ്പിൻ്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം TV രാധാകൃഷ്ണനെ. കൃഷി വകുപ്പിൻ്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം TV രാധാകൃഷ്ണന് ലഭിച്ചു. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവൽ അർഹമായി. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവൽ അർഹമായി. 75,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോക്ക് ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാൻഡ് $20,000 ആണ് ലഭിക്കുക. NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം MT വാസുദേവൻ നായർക്ക് 1 ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിഡ അടുത്ത മാസം സ്ഥാനമൊഴിയും. തായ്ലൻഡ് പ്രധാനമന്ത്രി ശ്രേത്ത തവിസിനെ ഭരണഘടനാ കോടതി പുറത്താക്കി. പെയ്തോങ് താൻ ഷിനാവത്രയാണ് പുതിയ തായ്ലൻഡിലെ പ്രധാനമന്ത്രി. പെയ്തോങ് താങ് ഷിനാവത്ര ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3ാം വിക്ഷേപണം വിജയം. ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്കും സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്കും സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. രാഹുൽ നവീനാണ് അടുത്ത ED ഡയറക്ടർ. രാജേഷ് കുമാർ സിംഗിനെ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിച്ചു. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് DGP-ആയി സ്ഥാനക്കയറ്റം നൽകി. SBIയുടെ പുതിയ ചെയർമാനായി DS സെട്ടി ചുമതലയേറ്റു. DS സെട്ടി വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പോളണ്ട്, ഉക്രൈൻ എന്നീ രാജ്യങ്ങളുടെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തി. 1991 ഉക്രൈൻ സ്വതന്ത്രമായ ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗെദർ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിക്കും. മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗെദർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടുകൂടി വിക്ഷേപിച്ചേക്കും. ഗുജറാത്ത് കച്ച് ജില്ലയിലെ മദാപർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കി. ഗുജറാത്ത് കച്ച് ജില്ലയിലെ മദാപർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കി.
പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്ത്. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്ത്. കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന വി.പി. മോഹൻകുമാർ അന്തരിച്ചു. വി.പി. മോഹൻകുമാർ അന്തരിച്ചു. ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തിയെന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മരിയ ബ്രന്യാസ് മെറ്റെ അന്തരിച്ചു. 117 വയസ്സായിരുന്നു. ഫ്രഞ്ച് ചലച്ചിത്ര ഇതിഹാസം അലൻ ഡെലൻ അന്തരിച്ചു. മലയാള സിനിമയ്ക്ക് നവഭാവുകത്വം പകർന്ന സംവിധായകൻ മോഹൻ വിട പറഞ്ഞു. തീര സംരക്ഷണ സേന ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അന്തരിച്ചു. കരസേനാ മുൻ മേധാവി ജനറൽ സുന്ദരരാജൻ പത്മനാഭൻ അന്തരിച്ചു.